ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തനം 138:2. ഹല്ലേലൂയാ, സ്തോത്രം. നിന്റെ നാമത്തിനു മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്കുത്തരമരുളി. എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയാ, സ്തോത്രം, സ്തോത്രം. ദാവീദ് രാജാവ് പറയാണ് ദൈവമക്കളെ, ദാവീദ് രാജാവ് വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് ബലം ഉള്ളിൽ നൽകി. ഹല്ലേലൂയാ, ധൈര്യം നൽകി, ബലം നൽകി, ബലപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയാ, സ്തോത്രം. നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മളെ ബലപ്പെടുത്തും. ഹല്ലേലൂയാ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്തവന് ബലമില്ല. ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവനക്ക് ശക്തി ലഭിക്കും, ബലം ലഭിക്കും. ഹല്ലേലൂയാ. നമ്മുടെ ശരീരം ശക്തിപ്പെടാൻ നമ്മൾ ആഹാരം കഴിക്കണം. ഹല്ലേലൂയാ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ശക്തിപ്പെടാൻ വചനമെന്ന ആഹാരം ഭക്ഷിക്കണം. ഹല്ലേലൂയാ, സ്തോത്രം. രാവും പകലും ഈ പരിശുദ്ധ വേദം പഠിക്കണം. ഹല്ലേലൂയാ, സ്തോത്രം. ഈ സത്യവേദ പുസ്തകം പരിശുദ്ധ വേദം പഠിക്കണം. ഹല്ലേലൂയാ, ബൈബിൾ പഠിക്കണം. ഹല്ലേലൂയാ. അപ്പം തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ശക്തിപ്പെടുള്ളൂ. ഹല്ലേലൂയാ, സ്തോത്രം. ഏറി വന്ന 70-80 വേഗം തീരുകയും നീ പറന്നു പോവുകയെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയാ, സ്തോത്രം. അത്രയേ ഉള്ളൂ. നമ്മുടെ ആത്മാവ് നിത്യമായി സ്വർഗത്തിലോ നരകത്തിലോ വസിക്കണമെന്നാണ്. ഹല്ലേലൂയാ. അപ്പോൾ കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ വേദം പഠിക്കണം, കർത്താവിനെ പ്രാർത്ഥിക്കണം, കർത്താവിനെ ആരാധിക്കണം, വിശുദ്ധരായി ജീവിക്കണം, ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയാ, ദൈവത്തെ അന്വേഷിക്കണം. കർത്താവിൻ്റെ ശബ്ദത്തിന് ഹല്ലേലൂയാ നമ്മൾ ചെവി കൊടുക്കണം. ഹല്ലേലൂയാ, സ്തോത്രം. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സ്തോത്രം. ദൈവം നമ്മളെ കൈവിടില്ല. ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ബലപ്പെടുത്തും. ഹല്ലേലൂയാ, സ്തോത്രം. നമ്മൾ വേദം പഠിക്കാണ്ട് സ്വർഗരാജ്യത്തിലേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. ഹല്ലേലൂയാ, സ്തോത്രം. ആൾക്കാർ എങ്ങനെയെങ്കിലും പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കാത്ത കാര്യങ്ങളാണ്. ഈ കാലഘട്ടത്തിലെ ലോകത്തിലെ പാപം പെരുകി കിടക്കുകയാണ്. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ വേദം പഠിച്ച് കർത്താവിനെ സ്തുതിച്ച് ദൈവം ആരാന്ന് മനസ്സിലാക്കണം നമ്മൾ ആദ്യം. ഹല്ലേലൂയാ. അപ്പം തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഹല്ലേലൂയാ, സ്തോത്രം. ഇന്ന് ഈ വചനം ധ്യാനിപ്പോൾ ദൈവം നമ്മളെ സഹായിച്ച് ക്രമിക്കായി. സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.